വീട് കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നു ചേട്ടാ. വളരെ കാലമായി ആൾതാമസമില്ലാത്ത പോലെ. ഏയ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് പഴക്കം വേണ്ടെന്നുള്ളത് നേരാ. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്നോളൂ. പറഞ്ഞതുപോലെ മറ്റേയാളെ കണ്ടില്ലല്ലോ. ഇന്ന് എത്തുമല്ലോ അല്ലേ? പിന്നെ ദേ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആള് വന്നോണ്ടിരിക്കുക. നമുക്ക് സഹകരിക്കാൻ പറ്റിയ ആളായ മതിയായിരുന്നു. കയറിക്കോളൂ. ഇതാ താക്കോൽ. വരൂ ചേട്ടാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏയ് അത് വേണ്ട. മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പൊ തന്നെ വൈകി. വീട്ടിൽ ഭാര്യ തനിച്ചാ. ഓ അങ്ങനെയാണോ? ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ വിചാരിച്ച് വിളിച്ചതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാ. വരട്ടെ. ശരി. ഈശ്വരാ. ആഹാ, പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെയാണല്ലോ. കുറച്ച് വൈകുമെന്ന് ഞാൻ കരുതിയത്. ചേട്ടാ, ഇയാളത് എവിടെ പോയി? ഇതെപ്പോ അകത്തേരി? നിങ്ങളെ ബാഗൊന്നും അകത്തേക്ക് എടുക്കണ്ടേ? നിങ്ങൾക്ക് ഭയങ്കര സ്പീഡാണല്ലോ ഭായ്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഇതെന്താ ഭായ്, കൈയെല്ലാം തണുത്ത് മരവിച്ചിരിക്കുന്നത്? അല്ല ഭായ്, നിങ്ങളുടെ ബാഗൊന്നും കാണുന്നില്ലല്ലോ. എവിടെയാ വെച്ചിരിക്കുന്നത്? ഭായ് ഭായ് ഭായ്, ഹലോ ഭായ്. അഞ്ച് ദിവസമാണ് ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ എന്ത് സുഖമാണോ ഇങ്ങനെ നനയാൻ. നീ വെള്ളം നോക്കിക്കാൻ വാ വാ. ഞാൻ എത്തിയടാ. ഓക്കെ ബൈ, വിളിക്കാം. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇവിടെ ആളുണ്ടായിരുന്നോ? ഈ ചങ്ങാതി എവിടേക്കാ തിരക്കിട്ട് പോകുന്നത്? ചേട്ടനാണോ ബ്രോക്കർ പറഞ്ഞ മറ്റേ കക്ഷി?